മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചിന്തകളായിരുന്നു തന്നുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതങ്ങളിലെ പ്രവർത്തിക്കേണ്ടതെന്നുള്ള അതിൻ്റെ ചില ഡോക്ട്രിൻസ് ബൈബിളിൽ നിന്ന് പറയുമായിരുന്നു. ഇനിയും തുടർന്നും ഒരു 2-3 എപ്പിസോഡും കൂടി ഇതിൻ്റെ ഡോക്ട്രിൻസ്, പരിശുദ്ധാത്മാവ് ബൈബിളിലെ ഉള്ള പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ്. അവൻ്റെ ദൈവത്വം എങ്ങനെയായിരുന്നുള്ളത്. ഇതെല്ലാം തന്നെ ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളാണ് റെഫർ ചെയ്ത് പറയുന്നത്. അല്ല, എനിക്ക് ബേസിക്കായിട്ടൊന്നും പറയാനായിട്ട് അറിയത്തില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 3 ഡയമെൻഷണൽ സാധനമല്ല. ഇത് ആത്മാവിൻ്റെ ലോകമാണ്. അത് വേറൊരു ലോകമാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഈ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. ഇതെങ്ങനെയാണ് പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനൊരു എക്സ്പീരിയൻസിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അത് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ പോലെ കർത്താവിനെ അറിയണം, കർത്താവിനെ സ്വീകരിക്കണം, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ആളത്വത്തിൽ നമ്മളിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധ്യമാവും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നു. ഈ വകക്കാരെന്ന് പറഞ്ഞാൽ അതിനകത്ത് മേളിൽ പറയുന്ന ഭാഗങ്ങളാണ്. ഈ വക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലായിരുന്നു നിങ്ങൾ പണ്ട് ചിലരൊക്കെ. എന്നാൽ പണ്ടൊക്കെ നിങ്ങൾ അങ്ങനെയുള്ളവരായിരുന്നു. വെച്ചാൽ ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക്, നേരത്തെ നമ്മൾ സംസാരിച്ചാണ് ജഡത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് സംസാരിച്ച, ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക് അടിമപ്പെട്ട് ഇരുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴിയ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, ഈ 1 കൊരിന്ത്യർ 6:11 പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും. ഈ ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് പറയാൻ വേണ്ടിയാണ് ആ വാക്യം എടുത്തത്. പണ്ട് നിങ്ങൾ വേറെ രീതിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിച്ചും ഇരിക്കുന്നു എന്നുള്ള ഭാഗം അവിടെ നമുക്ക് ക്ലിയറായിട്ട് കാണാം. റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അതിലിങ്ങനെയാണ് പറയുന്നത്. റോമർ 8:15, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. അബ്ബാ പിതാവേ, പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ്, പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ്, അത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തന്നിരിക്കുകയാണ്. വി ഹാവ് റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ വെയർ വി ക്രൈ അബ്ബ ഫാദർ. ദൈവത്തെ വിളിക്കുന്ന, ദാറ്റ് മീൻസ് അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്വത്തെ, ആത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു വാക്യമാണ്. അതാണ് അതെടുത്ത് പറയാനായിട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ റെഫർ ചെയ്തൊരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ നേരത്തെ റെഫർ ചെയ്താണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നുള്ളത്. സത്യത്തിൻ്റെ ആത്മാവ് പിതാവിനോട് ചോദിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. അന്നേരം പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ആത്മാവ് നിങ്ങൾക്ക് വരേണ്ടത്. അത് തരുന്നത് യേശുക്രിസ്തുവാണ് ഇവിടെ തരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പിതാവാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അപ്പോഴേ ഇത് പിതാവിൻ്റെ പക്കൽ നിന്ന് ആണ് ആത്മാവിനെ നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പോഴേ അവൻ്റെ നാമങ്ങളാൽ തെളിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം അവൻ്റെ നാമങ്ങളാൽ തെളിയുന്നു. അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അന്നേരം അവൻ്റെ നാമം, യേശുവിൻ്റെ നാമം, ഇവിടെ പുത്രൻ്റെ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന നാമം, ഇവിടെ വീണ്ടും കാണുന്ന പിതാവിനോട് ചോദിക്കും. അവൻ്റെ നാമങ്ങളാൽ തെളിയുന്നു അവൻ ആരാണ്, അവൻ ദൈവമാണെന്ന് തെളിയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് തെളിയുന്നു. ഇനിയും
രണ്ടാമത് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഓടിച്ചു പോവാണ്. കാരണം നമുക്ക് ഇത്തിരി സമയം അതിന് വേണ്ടി എടുക്കാനായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. കാരണം ഇതൊരു ഡോക്ടറിലായതുകൊണ്ട് ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അതൊരു അത്രയും വലിയ ഈ ബൈബിളിലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോകുന്ന. ഇനിയും ആദ്യം അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം അവൻ്റെ നാമങ്ങളാൽ തെളിയുന്നു എന്ന് പറഞ്ഞു. ഇനിയും പറയുന്ന അവൻ്റെ സ്വഭാവ സവിശേഷതകളിൽ തെളിയുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം അവൻ്റെ സ്വഭാവ സവിശേഷതകളാൽ തെളിയുന്നു. അത് സ്വഭാവ സവിശേഷതകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് അവൻ്റെ സ്വഭാവ സവിശേഷതകൾ പറയുന്നത്. ഒന്ന്, സർവജ്ഞാനം, ഒംനീഷ്യൻസ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ. ഈ വാക്യവും നേരത്തെ വായിച്ചതാണ്. എന്നാൽ ഒന്നും കൂടി നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 2:10 മുതൽ 12 വരെ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകല ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവൻ്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയ അറിവിനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിൻ്റെ സർവജ്ഞാനം അവൻ്റെ ആത്മാവിനും ഉണ്ട് എന്നുള്ളതാണ്. ദൈവം സർവജ്ഞാനിയാണ്, അതുപോലെ തന്നെ ആത്മാവും സർവജ്ഞാനിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നാമത് അവൻ്റെ സ്വഭാവ വിശേഷതകൾ പറയാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് സർവജ്ഞാനിയായിട്ടുള്ള ആത്മാവാണ് എന്നുള്ളതാണ്. രണ്ടാമത് പറയാനായിട്ടുള്ളത് അവൻ്റെ സ്വഭാവ സവിശേഷതകൾ സർവവ്യാപിയായിട്ടുള്ള പരിശുദ്ധാത്മാവ്, സർവവ്യാപിതം. ഇതും ദൈവത്തെക്കുറിച്ച് പറയുന്ന ഓംനി പ്രസൻസ്, എല്ലായിടവും പ്രസൻ്റ് ആവുന്ന ദൈവം. സങ്കീർത്തനക്കാരന് 139-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് എങ്ങോട്ടും പോകാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനും വന്നിരിക്കുന്നത്. ദൈവം സർവ്വവ്യാപിതമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവും സർവ്വവ്യാപിതമായിട്ട് ഓംനി പ്രസൻ്റായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. 1 സർവജ്ഞാനം, 2 സർവ്വവ്യാപിതം, 3 സർവശക്തി, ഒംനിപൊട്ടൻ, സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ഇതേ കാര്യം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലും കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ഇയ്യോബ് ഇവിടെ പറയുന്ന ഭാഗങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പ് നടത്തുന്നത് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യം. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സർവശക്തിമാനാണ് എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് സർവശക്തി. അതുകൊണ്ട് ഈ ഓംനി പൊട്ടൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനും ഉണ്ട് എന്നുള്ളതാണ്. ഇനിയും 4-ാമത്തെ പോയിൻ്റായിട്ട് പറയാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് സത്യമാണ്. നമ്മളീ പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. അന്നേരം ബൈബിളിൽ നിന്നുള്ള റെഫറൻസ് വെച്ച് ഇത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. 1 യോഹന്നാൻ 5:7 പറയുന്ന വാക്യമാണ്: ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അതായത് ദൈവം സത്യമാണെങ്കിൽ ആത്മാവും സത്യമാവുന്നു. അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം അവൻ്റെ സവിശേഷത, സ്വഭാവത്തിൻ്റെ സവിശേഷതയിൽ കാണുകയാണ്. ആത്മാവ് സത്യമാവുന്നു. 1 യോഹന്നാൻ 5:7. 5-ാമത്തെ പോയിൻ്റ് വിശുദ്ധിയാണ്. വിശുദ്ധി.
ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 ഇങ്ങനെ പറയുന്നു, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് എത്ര നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നിങ്ങളെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ഒരാത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്ന സ്വഭാവ സവിശേഷത പരിശുദ്ധാത്മാവിന് വരുന്നതായിട്ട് കാണുന്നു. 6ാമത്തെ സ്വഭാവ സവിശേഷത പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്ന ഒന്നാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:2 ഇതിനകത്ത് പറയുന്നത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അതുകൊണ്ട് ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്, ആത്മാവ് ജീവനുള്ളതാണ് എന്ന് പറയുന്നു. 6 പോയിന്റ് പറഞ്ഞു. 7ാമത്തെ കാര്യം ജ്ഞാനമാണ്. സ്വഭാവ സവിശേഷത ആത്മാവിൻ്റെ ജ്ഞാനം. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവനാർ? ഹു ഹാസ് ഡയറക്റ്റഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം 7 ഗുണമേന്മകൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ദൈവത്തിന് ഉള്ളത് തന്നെ പരിശുദ്ധാത്മാവിനും ഉള്ളതായിട്ട് കാണുന്നു. അതാണ് പരിശുദ്ധാത്മാവിനെ ദൈവത്തെ തെളിയിക്കുന്നത്. 1 സർവ്വജ്ഞാനം, 2 സർവ്വവ്യാപിതം, ഓംനി പ്രസൻറ്റ്, ഒംനീഷ്യൻ, അതുപോലെ സർവ്വശക്തി, ഓംനി പൊട്ടൻസ്, അതുപോലെ സത്യം മാത്രം സംസാരിക്കുന്നു, ട്രൂത്ത്, വിശുദ്ധി, ഹോളിനെസ്, ജീവൻ, ലൈഫ്, ജ്ഞാനം, നോളജ്. ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൻ്റേതായിട്ടുള്ള സവിശേഷതകളാണ്. അതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനും ഉള്ളതായിട്ട് നമ്മളെ കാണുന്നു. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. 1, അവൻ്റെ നാമങ്ങളാൽ തെളിയുന്നു. അവൻ്റെ നാമത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഞാൻ പറഞ്ഞു. 2ാമത് അവൻ്റെ സ്വഭാവ സവിശേഷതകൾ തെളിയുന്നു എന്നുള്ളത്. എന്തിനാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. എന്തിനാണ് ഞാനിത് കേൾക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെക്കുറിച്ച്? കാരണം ഇന്നും ആളുകൾ സംശയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോഴേ 3 ടൈപ്പ് ഉള്ള ആത്മാവ് ഉണ്ട്. നമുക്കത് പ്രത്യേകിച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. 1, മനുഷ്യൻ്റെ ആത്മാവ്, എന്നോട് സംസാരിക്കുന്ന ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവ്. 2, ദൈവത്തിൻ്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. 3, പിശാചിൻ്റെ ആത്മാവ്. ഇത് 3 എന്നോട് സംസാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ബ്രദറേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. ഈ 2-3 ടൈപ്പിൽ സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നിങ്ങളോട് സംസാരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ചില ആളുകൾ പറയും, എന്നോട് സംസാരിച്ചു, ഞാൻ അങ്ങനെ പോയി. ആ ദൈവത്തിൻ്റെ ആത്മാവല്ല ചിലപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ തോന്നലാണ് അത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് തന്നെ മനുഷ്യൻ്റെ ആത്മാവെന്ന് പറഞ്ഞൊരു ആത്മയുണ്ട്, അത് നിങ്ങളോട് സംസാരിക്കും. അല്ലെങ്കിൽ പിശാചായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കും, നമുക്കറിയത്തില്ല. അതുകൊണ്ട് അതിന് നമ്മൾ ഇത് ആത്മാവിൻ്റെ നിയന്ത്രിക്കപ്പെട്ട ജീവിതം നമ്മൾ പഠിച്ച് അവസാനം വരുമ്പോഴേ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, എങ്ങനെ നമുക്ക് മനസ്സിലാവും എന്നുള്ളത് നമുക്ക് പിടികിട്ടും. ഇപ്പോഴേ നമ്മൾ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവാണോ നമ്മളോട് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ പരിശുദ്ധാത്മാവിനും ഉണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ചതെല്ലാം ദൈവത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അവൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മുമ്പിലെ സകലരും വിറയ്ക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നാമവും പ്രധാനമാണ്. അതുപോലെ പരിശുദ്ധാത്മാവും ദൈവം മാത്രമല്ല സൃഷ്ടിച്ചത്, പരിശുദ്ധാത്മാവ് സൃഷ്ടിപ്പിലുണ്ടായിരുന്നു, യേശുക്രിസ്തു ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമവും പ്രധാനപ്പെട്ടതാണ്. ഇത് 3 ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. 3 റോൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് 3 ഒന്നിൽ തന്നെ ചേർന്നിരിക്കുന്നതിനാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഉത്കൃഷ്ടത ദൈവത്വം ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോയത്. അതുകൊണ്ട് അതാണിത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാകേണ്ടത്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവീകത്വം അല്ലെങ്കിൽ അത് നമ്മളിൽ എന്ത് ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായും ഇത് നമ്മളെ സഹായിക്കും. ഇത് തുടർന്ന് നിങ്ങളിത് കേൾക്കണം.
പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും അതിനകത്ത് 2-3 പോയിൻറ്റ്സ് കൂടെ എനിക്കത് പറയാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം തീരുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞു എനിക്കിത് കാണുന്നില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അത് എല്ലാ ദിവസവും 9:30 മണിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലെ അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. വലിയൊരു റിലീസ് ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളിൽ വന്നു ചേരാനുണ്ട്. അതുവേണ്ടി ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ഹൃദയങ്ങളിലുള്ള വിചാരങ്ങൾ നീ അറിയുന്നല്ലോ. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ദൈവമേ, പിതാവും പുത്രനും വിശുദ്ധരായി കർത്താവെ ദൈവമായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും ദൈവമായിരിക്കുന്ന ഓർത്ത സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളിലെ അത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒന്നാവുന്നു എന്നറിയുന്നു. അതിൻ്റെ കർത്താവെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് ആ വലിയ സെൻസിറ്റീവ്നെസ് കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ പഠനം കൊണ്ട് ഞങ്ങൾക്കുണ്ടായിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നടത്തുന്ന വഴിയെ പോകത്തക്ക രീതിയിൽ ഞങ്ങളെ നീ ഡയറക്റ്റ് ചെയ്യണമേ, സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവിലെ ചില പ്രയാസങ്ങളുള്ള വ്യക്തിത്വങ്ങളെ ദൈവം ഇന്ന് കാണിച്ചു തരുന്നു. തീർച്ചയായും ദൈവം അത് വിടുവിക്കും. എത്ര ഒക്കെ അത് ട്രീറ്റ്മെൻറ്റ് അതിനകത്ത് സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുമോ? ഒരു മിറക്കിൾ അവിടെ കണ്ടൂടെ? തീർച്ചയായും ദൈവത്തിന് കാണിക്കാനായിട്ട് പറ്റും. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമോ? അത് തീർച്ചയായും ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചിലർ വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കുമ്പോഴേ ആ മരുന്നിൽ കൂടിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യണമേ, അതിന് നോർമൽ സ്റ്റേജിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ കർത്താവെ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വാൽവിൻ്റെ പ്രയാസം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവെ, നീ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഒരിക്കലും മാറിപ്പോവാതെ വയറുവേദന ആയിട്ട് ഒരു വ്യക്തി ദൈവം കാണിച്ചു തരുന്നു. എത്രയോ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ആ വയറുവേദന മാറുന്നില്ലല്ലോ. എൻഡോസ്കോപ്പി ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. കർത്താവേ, എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ യേശുവെ നീ ഒന്ന് തൊടണമേ, സൗഖ്യമാക്കണമേ. നിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ കർത്താവെ ഒന്ന് തലോടണമേ ഇപ്പോൾ തന്നെ. കർത്താവെ, ആ വലിയ റിലീസ് യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ വ്യക്തി ഇന്ന് സൗഖ്യമാകുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഇത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ സൗഖ്യമാക്കണമേ, സഹായിക്കണമേ, വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലെ അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരുന്ന് നല്ല സഖിയായി തുണയായി കർത്താവെ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തവർക്കായിട്ടെല്ലാം സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് ഇത് നിങ്ങൾ കാണുമല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.